ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലത്തെ പച്ചക്കറി കൊട്ടയുടെ ഉള്ളിൽ സൺസെറ്റ് വെൽച്ചെടി ഹാങ് ചെയ്ത് ഇടുന്നതാണ്. നമ്മൾ ഇതുപോലത്തെ പച്ചക്കറിക്കുട്ടയൊക്കെ വെറുതെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെയൊക്കെ നമുക്ക് ചെടി വെക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കയറാണ്. ഞാൻ ഹാങ് ചെയ്തിടാൻ വേണ്ടി കയറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ത്രെഡ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ത്രെഡ് എടുക്കണേ. ഇതിനകത്ത് അത്യാവശ്യം നല്ല മണ്ണൊക്കെ കയറുമ്പോൾ വെയിറ്റ് കൂടിപ്പോയി ത്രെഡ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ കയറിനെ 3 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകയും വേണം. ഇതുപോലെ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഓരോ കയറും എടുത്ത് ഇതിൻ്റെ ഇടയിൽ കൂടി കെട്ടിക്കൊടുക്കാം. ഇതുപോലത്തെ 3 ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ഭാഗത്തും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. നിങ്ങളും ഈ ചെടിയെ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചെടിയെ ഹാങ് ചെയ്തിടുമ്പോൾ നമ്മുടെ എപ്പീഷ്യ ചെടിയൊക്കെ ഹാങ് ചെയ്തിട്ട രീതിയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ 3 ഭാഗത്തും ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. ഈ ചെടി എന്തായാലും എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകും. ഈ ചെടി നമ്മൾ നട്ടില്ലെങ്കിൽ പോലും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കിളുത്ത് വരുന്ന ഒരു ചെടിയാണ്. ഈ സമയത്താണ് ഈ ചെടിയിൽ കൂടുതലായും പൂക്കൾ കാണുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നെറ്റിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കൊട്ടയുടെ ഹോൾസ് കുറച്ച് വലുപ്പം കൂടുതലുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നെറ്റ് ഇട്ട് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ചാക്കിൻ്റെയൊക്കെ ഈ ഉള്ളിച്ചാക്കിൻ്റെയൊക്കെ കഷ്ണമായാലും ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഇതിലോട്ട് പോട്ടി മിക്സ് നിറയ്ക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കാർഡ്ബോർഡ് പീസും കുറച്ച് ചകിരിയും മണ്ണിലോട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതാവുമ്പോൾ അധികം വെയിറ്റ് തോന്നുകയില്ല. അത് നമുക്ക് ഇതിൻ്റെ അടിയിലോട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസസ് ഒക്കെ എടുത്ത് ഒന്ന് ഇട്ട് കൊടുക്കാം. കാർഡ്ബോർഡ് പീസും ഇതുപോലെ ചകിരിയൊക്കെ ഇടുന്നത് മണ്ണിൽ ജൈവാംശം കിട്ടാൻ നല്ലതാണ്. ഇതുപോലെ നമുക്കിനി മണ്ണ് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം. വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നന്നായിട്ട് പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത്. ഒരു കാലത്ത് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ചെടി വന്നപ്പോൾ ആർക്കും ഇങ്ങനത്തെ ചെടികളൊന്നും വലിയ താല്പര്യമില്ലാതായേ. ഇനി നമുക്ക് ഇതിനെ നട്ടു കൊടുക്കാം. ഞാൻ കുറച്ച് ചെടിയുടെ തൈകൾ ഇവിടെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ചിലതിലൊക്കെ നല്ല പൂവ് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ. നല്ലൊരു യെല്ലോ പൂ കാണാനാണ് ഓറഞ്ചിനെക്കാട്ടിലും കൂടുതൽ ഭംഗി തോന്നുന്നത്. ഇത് എപ്പീഷ്യ പൂ പോലെ തന്നെ ഉണ്ട് കാണുമ്പോഴേ. ഇനി നമുക്ക് ഇതിനെ ഇതിലോട്ട് നട്ടു കൊടുക്കാം. തൈകളെ ഓരോ തൈ വീതം എടുത്ത് നട്ടു കൊടുക്കാവേ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വ്യത്യസ്തമായ ഒരു ലുക്കാണ് ഈ ചെടിക്ക് കിട്ടുന്നത്. വളമൊന്നും ഇട്ടില്ലെങ്കിലും സാധാ മണ്ണിൽ പോലും കിളുത്ത് വരുന്ന ഒരു ചെടിയാണ് ഇത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വളമൊന്നും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു വലിയ തൈയാണ് നട്ടു കൊടുക്കുന്നത്. അതിൽ കുറച്ച് പൂക്കളും ഉണ്ട്. ആ പൂക്കൾ എന്തായാലും ഞാൻ കളയുന്നില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ സൺസെറ്റ് ബെൽ ഹാങ് ചെയ്തപ്പോൾ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ ഗാർഡന് നല്ല ഒരു ലുക്ക് കിട്ടുവേ. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഹാങ്ങിങ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായാൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.